പലതായി കേസുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ചർച്ചയിൽ മറ്റൊരു പോക്സോ കേസിൻ്റെ വിചാരണയ്ക്ക് സാക്ഷിയായ ഒരു വ്യക്തി എഴുതിയൊരു കമൻ്റ് ഉണ്ട്. ആദ്യം ഞാൻ അതൊന്ന് വായിക്കാം. അടുത്തിടെ ഒരു പോക്സോ കേസിൽ എക്സ്പെർട്ട് വിറ്റ്നസ്സായി കോടതിയിൽ പോകേണ്ടി വന്നു. ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി ഒരു ലേഡി സ്കൂൾ കൗൺസിലറും ലേഡി പ്രിൻസിപ്പളും പോലീസിൽ അറിയിച്ചു. കേസായി. അവരെ ആ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്നത് കണ്ട് ആകെ പകച്ചുപോയി. കുട്ടികളുടെ സംരക്ഷണത്തിനായി കോടതിയിൽ വന്ന അവരെ ആ നിലയ്ക്കോ സ്ത്രീകൾ എന്ന രീതിയിലോ ഒട്ടും ഹോണർ ചെയ്യാതെയാണ് എതിർഭാഗം വക്കീൽ ഇടപെട്ടത്. എന്നാൽ അതേ രീതിയിൽ സാർക്കാസ്റ്റിക് ദ്വയാർത്ഥ പ്രയോഗങ്ങളോടെ ജഡ്ജും പ്രോസിക്യൂട്ടറും പെരുമാറുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അത് ആസ്വദിച്ച് ചിരിക്കുന്ന വലിയ വിഭാഗം വക്കീലന്മാരെയും കണ്ടു. കരഞ്ഞുകൊണ്ടാണ് ആ രണ്ട് സ്ത്രീകളും കൂട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇനി ഒരു കാലത്തും അവർ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നിയതിനാൽ അവരെ കണ്ട് ആശ്വസിപ്പിക്കേണ്ടി വന്നു. നമ്മുടെ ഈ സിസ്റ്റം മൊത്തമായി ഉടച്ച് വാർക്കേണ്ടതുണ്ട്. പലതായ കേസിൻ്റെ വിചാരണയ്ക്കിടയിൽ നടന്ന പല വർത്തമാനങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ കുട്ടി സ്വന്തം അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, ഇനി എന്നെ കൊന്നാലും ഞാനൊരു കേസുമായി എവിടെയും പോയില്ലെന്ന്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുടർച്ചയായി ഈ പെൺകുട്ടിയെ 2-3 ദിവസം നിരന്തരമായി ചോദ്യങ്ങൾ കൊണ്ട് വലച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ആ കുട്ടി പറഞ്ഞു അത്രേ, അപ്പുറത്ത് നിൽക്കുന്ന പപ്പുമാഷിനോടും എന്തെങ്കിലും ചോദിച്ചുകൂടെയെന്ന്. ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്ന ഒരു പെൺകുട്ടിയോ സ്ത്രീയോ യഥാർത്ഥ പീഡനവും ആക്രമണവും അനുഭവിക്കുന്നത് കേസ് അന്വേഷണത്തിലും കോടതിയിലെ വിചാരണയിലുമാണ് എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. സംഭവങ്ങളെക്കുറിച്ച് ഇരകൾ വിവരിക്കുന്നത് കേട്ട് ആസ്വദിക്കാനായി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് തങ്ങൾ അനുഭവിച്ചെല്ലാം ഒരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഊഹിച്ചാൽ ആർക്കും മനസ്സിലാവും. എന്തുകൊണ്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സ്ത്രീകൾ മാത്രമുള്ള, ജഡ്ജി മുതൽ തൂപ്പുകാരി വരെ സ്ത്രീകൾ മാത്രമുള്ള, ഈ കേസുമായി ബന്ധമില്ലാത്ത, അത് കേട്ട് ആസ്വദിക്കാൻ വരുന്ന ഒരാളുമില്ലാത്ത, ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു കോടതി അന്തരീക്ഷം ഉണ്ടായിക്കൂടാ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്തരം കോടതി പീഡനങ്ങളുടെ, അന്വേഷണ പീഡനങ്ങളുടെ അനുഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഭാവിയിൽ ആരും പരാതിയുമായി മുമ്പോട്ട് വരാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഒരു ഭാഗത്ത് അക്രമം നടത്തിയ ഒരു ക്രിമിനലും മറുഭാഗത്ത് പ്രതിഫലത്തിന് വേണ്ടി എന്തും ചെയ്ത് അയാളെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന അയാളുടെ വക്കീലും, പിന്നെ ഈ വിവരണങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ഞരമ്പ് രോഗികളും, അവർക്കിടയിൽ നിന്ന് ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്.